അപ്പോൾ ഞാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് എന്നൊന്ന് നോക്കാൻ പോവുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പേഴ്സണലായിട്ടുള്ള റീഡിംഗ് എടുത്തെങ്കിലേ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്താൽ മതി, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഒരുപാട് പേരുടെ എനർജി സാമ്യമുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അതെങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ തടസ്സം എന്താണ്, അതിൻ്റെ കാരണം എന്താണ്, ഈ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാർഡ് എടുക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. രണ്ടാമത് ഇത് നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്, ഈ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്. മൂന്നാമത്തെ കാർഡ് നോക്കുന്നത് ഈ ഒരു റിലേഷൻ എങ്ങോട്ടാണ്, എന്താണ് ഇതിലെ പോകുന്നത്, ഈ റിലേഷൻ എങ്ങോട്ടാണ് പോകുന്നത്, ഇതിൻ്റെ തടസ്സം എന്താണെന്നുള്ളത് നോക്കാം, ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ റിലേഷൻഷിപ്പിന് ഫ്യൂച്ചർ ഉണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷനായിട്ട് ഫസ്റ്റ് കാർഡ് എനിക്ക് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ മൂൺ കാർഡാണ്, മേജർ ആർക്കാന കാർഡാണ്. വളരെ മേജറായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു മാനസിക നില തകർന്ന ഒരു സാഹചര്യം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. എന്നുവെച്ചാൽ മനസ്സ് തകർന്നിരിക്കുന്ന ഒരവസ്ഥ, ഉറക്കമില്ല, പേടി, അകാരണമായിട്ടുള്ള ഭയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തെയും ഈ ഒരു മൂൺ കാർഡ് സൂചിപ്പിക്കുന്നു. വ്യക്തതയില്ല, ഒരു കാര്യങ്ങൾക്കും വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഒരു സാഹചര്യം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മരണതുല്യമായിട്ടുള്ള ഒരു സാഹചര്യം, മരിച്ചു ജീവിക്കുക എന്നുള്ളൊരു രീതിയിൽ 10 ആണ്, ഒരു പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ കാർഡ് സൂചിപ്പിക്കാം. ഇതൊരു എൻഡിങ് അല്ല, ഈ എന്ത് വേദനയ്ക്കും ഒരു എൻഡിങ് അതല്ല, ഇതിന് പുതിയ ന്യൂ ബിഗിനിങ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ലൈഫിലൊരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് മെജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ മെജീഷ്യൻ എന്ന് പറയുമ്പോൾ തീവ്രമായിട്ടുള്ള അട്രാക്ഷൻ, വിചാരിക്കുന്ന മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാർഡാണ്. അപ്പം മെജീഷ്യൻ്റെ ഒരു അർത്ഥമെന്ന് പറയുമ്പം മാന്ത്രികൻ, മെജീഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, മാന്ത്രികൻ മേജർ ആർക്കാന കാർഡാണ്. മാന്ത്രികന് കൃത്രിമത്വം കാണിക്കാനും അറിയാം, ആ ഒരു കാര്യം മറച്ചു വെക്കാനും, അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ മറയ്ക്കാനും അതിനകത്ത് കൗശല തന്ത്രങ്ങൾ പ്രയോഗിക്കാനും അയാൾക്കറിയാം എന്നുള്ളതാണ്. അപ്പം ചെയ്ത കാര്യങ്ങൾ മറയ്ക്കാനായിട്ട് നോക്കുന്നതായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നു, ഈ മെജീഷ്യൻ കാർഡ്. ഈ ഒരു റിലേഷൻ അങ്ങോട്ടാണ് ഒക്കെ എന്ന് വെച്ചാൽ ചെയ്ത കാര്യത്തിന് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷനകത്ത് തടസ്സം നിൽക്കുന്നത്. ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു വലിയ ഒരു പ്രശ്നത്തിൽ കൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്ന ഒരു എൻഡിങ് ആണ്. എൻഡിങ്ങിലോട്ട് ആ ഒരു അവസാനത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഈ റിലേഷന് എന്തും സംഭവിക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നിങ്ങളോട് ചീറ്റിംഗ് കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മജീഷ്യൻ പറയുന്നത് നിങ്ങളോട് അവർ മറച്ചു വെച്ചു, നിങ്ങളെ എന്ന് വെച്ചാൽ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് ക്ലാരിറ്റി തരാതെ മറച്ചു വെക്കാൻ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായി. അതുവഴി ഈ ഒരു റിലേഷൻ ഒരു അവസാനത്തിലോട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഇതിനുള്ള കാരണം, ഈ ഒരു റിലേഷൻ്റെ കാരണമായിട്ട് എടുത്തിരിക്കുന്ന കാർഡ്സിൽ എനിക്ക് ഇപ്പം ഒന്നിനും വയ്യാതെ, രണ്ടുപേരും വഴക്കിനും വയ്യ, ഒന്നിനും വയ്യ, റെസ്റ്റിംഗ് പീരീഡ്, ക്ലാരിറ്റി ഇല്ല, സോഴ്സിൻ്റെ എനർജിയാണ്, 2 സോഴ്സിൻ്റെ എനർജിയാണ് എനിക്കിവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ചീറ്റിങ്ങോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ എന്താ സോഴ്സ് എന്ന് പറയുമ്പോൾ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു, ക്ലാരിറ്റി ഇല്ലാത്തൊരു സാഹചര്യം. അതെ, അപ്പോൾ ഈ റിലേഷൻ്റെ ഫ്യൂച്ചർ ഞാൻ നോക്കാൻ നേരത്ത് തീർച്ചയായും ഈ ഒരു റിലേഷന് വളരെ വേഗത്തിലൊരു മാറ്റം ഉണ്ടാവും എന്ന് തന്നെ കാണുന്നുണ്ട്. ഇത് ഒരു എൻഡിങ് അല്ല. അപ്പം എനിക്കിതിൻ്റെ തടസ്സമായിട്ട് ഡെത്ത് കാർഡ് കിട്ടിയത് കൊണ്ട് അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ഒരു പരീക്ഷണം ആയിരിക്കാം, ഒരു എന്താ പറയുക, ഒരു വളരെ ഒരു സമയദോഷം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഒരു പരീക്ഷണ ഘട്ടം എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എടുത്തടി ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായ ഒരു ക്ലാരിറ്റി പ്രശ്നം, നിങ്ങളുടെ വ്യക്തിയിൽ നിന്നൊരു ചീറ്റിംഗ് എനർജിയോ അല്ലെങ്കിൽ മറച്ചു വെക്കാനുള്ളൊരു സാഹചര്യം, നിങ്ങളിൽ നിന്ന് ഒരു തെറ്റ് ചെയ്തു അത് മറച്ചു വെക്കാനുള്ളൊരു സാഹചര്യമാണ് എനിക്ക് ഈ മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു റിലേഷൻ എൻഡിങ് ആക്കാൻ അവരാഗ്രഹിക്കുന്നില്ല.
മെജീഷ്യൻ എന്ന കാർഡ് സൂചിപ്പിക്കുന്ന അതുകൊണ്ടാണ്. ഈ ഒരു റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ആക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അവർ ചെയ്ത തെറ്റ് അവർ ഏറ്റു പറയുന്നില്ല, അത് മറച്ചു വെക്കുന്നു, അത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നു. ഈ ഒരു റിലേഷൻ ഇനി വേണ്ട എന്നുള്ളൊരു രീതിയിൽ തന്നെ നിങ്ങൾ നിൽക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിതിനകത്തൊരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ല. അത് അവർ ആ ഒരു സാഹചര്യത്തിന് അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എനിക്കിതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്തൊരു റെസ്റ്റിംഗ് പീരീഡിലാണ്. 4 ഓഫ് സോൾസ് പറയുന്നത് നിങ്ങൾക്ക് വഴക്കിടാനുള്ളൊരു സാഹചര്യം വയ്യ, നിങ്ങൾക്കിനി ഒന്നിനും വയ്യ എന്നുള്ളൊരു രീതിയിൽ, നിങ്ങൾ ഒന്നിനും പ്രതികരിക്കാത്തൊരു രീതിയിൽ നിങ്ങൾ ഒരുപാട് ഉള്ളിലൊതുക്കുവാണ് നിങ്ങളുടെ വേദന. അതാണ് എനിക്കിവിടെ 10 ഓഫ് സോൾസ് പറയുന്നത്. മാനസിക നില തകർന്ന ഒരു സാഹചര്യം. പക്ഷേ എനിക്ക് ഫ്യൂച്ചർ കാണുന്നത് നൈറ്റ് ഓഫ് സോൾസ് ആയതുകൊണ്ട് ഈ ഒരു റിലേഷൻ ഇവിടെ എൻഡിങ് ആവുന്നില്ല. ഇതൊരു നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പരീക്ഷണ ഘട്ടമാണ്, ഒരു അവസാനമല്ല. ഈ ജീവിതത്തിൻ്റെ ഒരു അവസാനമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പരിവർത്തനം. നമുക്കൊരു അസുഖം വന്നാൽ നമ്മളത് മരുന്ന് കൊടുത്ത് നമ്മൾ സുഖപ്പെടുത്തത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ റിലേഷനിലൊരു പ്രശ്നം ഉണ്ടായി, നമുക്കിത് ഫ്യൂച്ചർ ഉള്ളത് കൊണ്ട്, നൈറ്റ് ഓഫ് സോൾസ് ഉള്ളത് കൊണ്ട് നമുക്കിത് എങ്ങോട്ടാണ്, വീണ്ടും ഇതൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. ദ എംപറർ പറയുന്നത് നിങ്ങളുടെ വ്യക്തി വീണ്ടും വിചാരത്തോടു കൂടി ചിന്തിക്കും, പക്വതയോടുകൂടി ചിന്തിക്കും. എയ്സ് ഓഫ് ഫാൻസ് പറയുന്നത് ഈ ഒരു റിലേഷന് വീണ്ടും ആവേശകരമായിട്ടുള്ളൊരു തുടക്കം ഉണ്ടാകും. വീണ്ടും എനിക്ക് സൺ കാർഡ്, മേജർ ആർക്കാന കാർഡാണ്. ഇതൊരു എൻഡിങ് അല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വീണ്ടും ഈ ഒരു റിലേഷന് പുതിയൊരു തുടക്കം, ഒന്നേന്നൊരു തുടക്കമുണ്ട്, ന്യൂ ബിഗിനിങ് ഉണ്ട്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. കാരണം അതുകൊണ്ടാണ് സൺ കാർഡ് വന്നത്. എല്ലാം മറന്ന് ഒന്നേന്നൊരു തുടക്കമുണ്ട്, ആവേശപരമായിട്ടുള്ള പുതിയൊരു തുടക്കവുമുണ്ട്. നിങ്ങളുടെ വ്യക്തി എംപറർ പറയുന്നത് വളരെ പക്വതയോടുകൂടി ചിന്തിച്ച് പെരുമാറും എന്ന് തന്നെയാണ് കാണുന്നത്. എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമായിട്ട് എനിക്ക് കാണുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണ ഘട്ടം തന്നെയാണ് ഇപ്പോൾ. പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം മാറും. എംപറർ ഒരു ജീവിതത്തിൽ വീണ്ടും ഒരു ഘടനയുണ്ടാവും, ആവേശമായിട്ടൊരു പുതിയ തുടക്കം ഉണ്ടാവും. അവരൊരു തീരുമാനമെടുക്കും. എയ്സ് ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ ആവേശകരമായിട്ടുള്ളൊരു തീരുമാനം അവരെടുക്കും. അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം തന്നെ ഉണ്ടാകും എന്ന് തന്നെ കാണുന്നു. ഈ പോസിറ്റിവിറ്റി നിങ്ങൾ ക്ലെയിം ചെയ്യുക.